Meet the editors. ഭരണം തുലാസിലോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, പാലക്കാട് നഗരസഭ ഭരണം 2 തവണയായി BJPക്കാണല്ലോ. 28 അവരുടെ അംഗബലം. UDF 16, CPM 7, വെൽഫെയർ പാർട്ടിക്ക് 1. പക്ഷേ ഇപ്പോൾ 7 കൗൺസിലർമാർ രാജ്യഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. എന്താണ് തോന്നുന്നത്? നോക്കൂ, അങ്ങനെ തുലാസിലിട്ട് കളിച്ച് കളയാവുന്നൊരു മുനിസിപ്പാലിറ്റി അല്ല BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവിടെ വലിയ അട്ടിമറികൾ സംഭവിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ പ്രധാനമാണല്ലോ. 2015 ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യമായൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് BJP ഭരണത്തിൽ വരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. 2015 അവർക്ക് 24 സീറ്റേ ഉള്ളൂ, കേവല ഭൂരിപക്ഷം ഇല്ല. എങ്കിൽ കൂടിയും 5 വർഷം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞു. അന്നും പ്രമീള ശശിധരൻ തന്നെയാണ് അവിടുത്തെ ചെയർപേഴ്സൺ. അന്ന് V മുരളീധരനായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് BJP പിടിക്കുന്നു. അതിനുശേഷം 2020 നടന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് അവർ ആ വിജയം ആവർത്തിച്ചു. അവർക്ക് ഈ കുറി കേവല ഭൂരിപക്ഷം നേടാനായി എന്നുള്ളതാണ്, അല്ലേ? ഭൂരിപക്ഷത്തിന് വേണ്ടത് 26 സീറ്റുകളാണ്, 27 സീറ്റുകളാണ്, 52 അംഗങ്ങളാണ് ആ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഇപ്പോൾ അവർക്ക് 28 സീറ്റുകളുണ്ട്. അവർ കംഫർട്ടബിൾ മെജോറിറ്റിയുള്ള ഒരു പാർട്ടി തന്നെയാണ്. 2020 അവരൊരു മുനിസിപ്പാലിറ്റി കൂടി പിടിച്ചല്ലോ, അത് പന്തളം നഗരസഭയായിരുന്നു. പന്തളം നഗരസഭയുടെ ഒരു പ്രത്യേകത എന്താ? 2018 വലിയ പ്രക്ഷോഭങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സ്ഥലമാണല്ലോ പന്തളം. അവിടെ 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33 സീറ്റുകളിൽ അവർക്കൊരു നല്ല ഭൂരിപക്ഷം നേടി, 18 സീറ്റുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ച് വരാൻ കഴിഞ്ഞു. അതിൽ 14 സീറ്റുകളിലും വിജയിച്ചത് വനിതകളാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം എന്താ അവിടെ സംഭവിച്ചത്? ഇതേപോലൊരു വിമത പ്രശ്നമുണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു. അവർക്കെതിരായിട്ട് BJPക്കകത്ത് വിമത ശബ്ദം ഉയർന്നപ്പോൾ ആ വിമതന്മാരെ കൂടി കൂട്ടിക്കൊണ്ട് അവിടുത്തെ ഭരണം പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ LDF അവിടെ ഒരു നീക്കം നടത്തുകയുണ്ടായി. പക്ഷേ എന്താ സംഭവിച്ചത്? അന്ന് അവിടെ പോയിട്ട് ഈ പ്രശ്നം പരിഹരിച്ച യഥാർത്ഥത്തിൽ പാലക്കാട് ഇപ്പോൾ പ്രശ്നത്തിന് നടുക്ക് നിൽക്കുന്ന കൃഷ്ണകുമാറാണ് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രമല്ല, അച്ഛൻകുഞ്ഞ് ജോൺ എന്ന് പറയുന്ന ഒരാളെ അവിടെ പൊതുസമ്മതനാക്കി നിർത്തിക്കൊണ്ട് BJP ആ ഭരണം അവിടെ നിലനിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പാലക്കാട് സംഭവിച്ചിരിക്കുന്ന കാര്യം ഗുരുതരം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാലക്കാട് പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണല്ലോ. അതൊരു സത്യവുമാണ്. കാരണം വെച്ചാൽ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിഭാഗം ശക്തി പ്രാപിക്കുന്നു, ആ വിഭാഗത്തിനെതിരായിട്ടൊരു വിമത ശബ്ദമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ചേരി ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണുകയും ചെയ്തതാണ്, അല്ലേ? കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വന്നു. പരാജയത്തിന് ശേഷം ഈ പറയുന്ന ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പല സ്ഥലത്തും പോയി വോട്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചപ്പോഴൊക്കെ അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആകെപ്പാടൊരു സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളൂ, അത് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ എന്താ സംഭവിച്ചത്? പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ അധീശത്വമാണല്ലോ BJPക്കുള്ളത്. ആ അധീശത്വം അമ്പാട് തകർന്നു എന്നുള്ളതാണ്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ ഓഫ് കോഴ്സ് മെട്രോ ശ്രീധരനാണ് അവിടെ മത്സരിച്ചത്. ശ്രീധരൻ ആ നഗരസഭയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. എങ്കിൽ കൂടിയും 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ വലിയ രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചത്. ഏതാണ്ട് 21 തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ 7000 വോട്ടിൻ്റെ നഷ്ടമാണ് കൃഷ്ണകുമാറിന് മുനിസിപ്പാലിറ്റിയിൽ മാത്രമുണ്ടായത്. 5000 വോട്ടിൻ്റെ ലീഡ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടി. ഏതാണ്ട് സരിനും അവിടെ ലീഡ് വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു വലിയ തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിലുണ്ടായി. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ വിമത പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണെന്നേ. അന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടല്ലോ, 18ഓളം കൗൺസിലർമാർ കൂടി ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞു. അന്നും ഇതുപോലുള്ള വിമത ശബ്ദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് വീണ്ടും ജില്ലാ നേതൃത്വത്തെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നോക്കൂ, ഇവിടുത്തെ ഒരു കാര്യം എന്താണ്? ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത്, പാലക്കാട് ജില്ലയിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് AK ഓമനക്കുട്ടനാണ്, അല്ലേ? AK ഓമനക്കുട്ടൻ മത്സരിച്ചു. അതുപോലെ തന്നെ മലമ്പുഴയിൽ നിന്നുള്ള ഷൺമുഖൻ മത്സരിച്ചു. അതുപോലെ തന്നെ മധുവും മത്സരിച്ചു. അതാണല്ലോ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത്. മറുവശത്ത് സ്മിതേഷ് മത്സരിക്കുന്നു, സാബു മത്സരിക്കുന്നു, ഭാസി മത്സരിക്കുന്നു. എന്നാൽ ഇവരെ ആരെയും അല്ലല്ലോ തീരുമാനിച്ചത്, ജില്ലാ പ്രസിഡൻ്റായിട്ട് തീരുമാനിച്ചത്. അവിടേക്കാണ് പ്രശാന്ത് ശിവൻ വരുന്നത്. അപ്പോൾ പ്രശാന്ത് ശിവൻ ആരുടെ സ്ഥാനാർത്ഥിയാണ്? ഔദ്യോഗിക പക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രശാന്ത് ശിവൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണകുമാറുമായിട്ട് അടുപ്പമുള്ള ആൾ തന്നെയാണ്. അതാണല്ലോ ഇപ്പോൾ ഈ പ്രമീള ശശിധരൻ അടക്കമുള്ള ആളുകളെ ചൊടിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചോയ്സ് ആണല്ലോ. ഇനിയിപ്പോൾ അല്പം മുമ്പ് നമ്മൾ കേൾപ്പിച്ചൊരു ബൈറ്റില്ലേ, സുരേന്ദ്രൻ വളരെ ശക്തമായിട്ടാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ അങ്ങനെ ശക്തമായിട്ട് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ അധ്യക്ഷനായ JP നദ്ദയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ആരും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ചോയ്സ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിമത ശബ്ദങ്ങൾക്ക് എത്ര ദൂരം പോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുള്ള ഒരാളാണ് ഞാൻ.
അതൊക്കെ വളരെ പെട്ടെന്ന് അവസാനിക്കും. ഒരു സമവായ ചർച്ചയിലൂടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രശ്നം എന്താ, ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആരാ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ളത്? കരമന ജയനാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, ഇപ്പം രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞിട്ട് ഏതാണ്ട് 90 പേരുടെ ഒരു ലിസ്റ്റാണ് കേന്ദ്ര നേതൃത്വത്തിന് അയച്ചത്. 30 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം പിന്നെ 3 പേരാണ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് കേന്ദ്ര നേതൃത്വം ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. കരമന ജയൻ വരുന്നത് ഈ രണ്ട് പക്ഷത്തിൻ്റെയും കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പിന്നെ സുരേന്ദ്രൻ പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോയ്സ് ആയിട്ടല്ല കരമന ജയൻ വരുന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടാണ്. നമുക്ക് ഈ കോഴിക്കോട് എടുത്താൽ കോഴിക്കോട് രഘുനാഥും മത്സരിച്ചു, അതുപോലെ തന്നെ സജീവനും മത്സരിച്ചു. പക്ഷേ വന്നത് ആരാണ്? പിന്നെ പ്രകാശ് ബാബുവാണ് വന്നത്. അപ്പോൾ ആ രീതിയിൽ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ചോയ്സ് ആയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള ഒരു സാധ്യത അവർ ആരായുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് രഹിതരായിട്ടുള്ള ആളുകളെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയ്ക്കുള്ള നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചില പേരുകൾ വരുന്നത്. പ്രശാന്ത് ശിവന്റെ കാര്യത്തിനകത്ത് ഈ പറയുന്ന രണ്ട് പക്ഷങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നേ. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൃഷ്ണകുമാറുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്ര നേതൃത്വമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ശക്തി പ്രാപിച്ചു വരുന്ന ഈ പറയുന്ന ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു ബഹുസ്ഫുരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ നമ്മളിതിനെ കണ്ടാൽ മതി. അത് പക്ഷേ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിമതർക്ക് കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നതിൽ ഇപ്പം സന്ദീപ് വാര്യർ ഇടപെട്ടു, ഉടനെ തന്നെ അവിടുന്ന് 9 പേരെ അല്ലെങ്കിൽ 7 പേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അത്ര എളുപ്പത്തിൽ കേന്ദ്ര നേതൃത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ ഇപ്പോൾ BJP-യിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ്റെ വാക്കുകളെയാണ് ഞാൻ ഇക്കാര്യത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളായിട്ട് കാണുന്നത്. സുരേന്ദ്രൻ വളരെ ശക്തമായിട്ട് തന്നെ ഇത് പറയുമ്പോൾ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഒരു മുന്നറിയിപ്പാണ് സുരേന്ദ്രൻ നൽകുന്നത് നിശ്ചയമായിട്ടും. ആ മുന്നറിയിപ്പിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അതിൻ്റെതായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഒപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് RS പോലുള്ള സംഘടനയൊക്കെ ഈ പറയുന്ന വിമതരുമായിട്ട് സംസാരിക്കുകയും ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പ്രമീള ശശിധരനും ശിവരാജനും അടക്കമുള്ള ആളുകൾ, കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ, അവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടി വിട്ടു പോകും. സന്ദീപ് വാര്യർ അവിടെ നിന്ന് വിട്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു വാദമുഖത്തിന് പറയാമെങ്കിൽ കൂടിയും അത്തരത്തിലൊരു വലിയ ഒഴുക്ക് BJP പാലക്കാട് ഘടകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭരണം തുലാസിലോ എന്നതായിരുന്നു ചോദ്യം. ഭരണം തുലാസിലാണ്. അല്പം ആശങ്ക BJP-ക്ക് നഗരസഭാ ഭരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിമതർ യാക്കറിൽ ഇന്ന് യോഗം ചേർന്നതിൽ 80 പേരെങ്കിലും ഉണ്ടായിരുന്നു. ആ 80 പേരിൽ ചിലരെങ്കിലും സ്ഥിരമായി എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വിമത ശബ്ദങ്ങൾ ഉയർത്തുന്നവരാണ്. ശിവരാജന്റെ കാര്യത്തിലായാലും ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അവർ രണ്ടുപേരും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ വിമത ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നവരാണ്. പക്ഷേ അതല്ലാത്ത ചില നേതാക്കളുടെ പ്രതികരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൃഷ്ണദാസിന്റെ പ്രതികരണം ആ നിരക്ക് വേണം കാണാൻ. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. 80ഓളം പേരാണ് വിമതരായ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ 7 കൗൺസിലർമാരുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അവർ പറയുന്നത് എന്തിനാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ്? അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് അതിനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പാനലിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഓമനക്കുട്ടനും ഷൺമുഖനും സി മധുവും വരുന്നു. അപ്പുറത്ത് സ്മിതേഷും പി സാഗുവും പി ഭാസിയും വരുന്നു. അപ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഓമനക്കുട്ടനാണ്. 34 വോട്ട് കിട്ടി. സ്മിതേഷിന് 31 വോട്ട് കിട്ടി. പക്ഷേ ഈ പട്ടികയിലൊന്നുമില്ലാത്ത ഒരു പേര് അവിടേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ആ പേര് വരുന്നത്. ആ പേര് വരുന്നത് RSSൽ നിന്നാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഒട്ടും നന്നായല്ല പോകുന്നത്. BJP ഇവിടെ പരാജയപ്പെടുന്നതിന് കാരണം ഇവിടുത്തെ ഗ്രൂപ്പിസമാണ് എന്നൊരു കൃത്യമായ സന്ദേശം കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോവുകയും കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെടുകയും ചെയ്ത് അവർ തന്നെ ഒരു സർവേ നടത്തുന്നു. കേന്ദ്ര നേതൃത്വം തന്നെ ഒരു സർവേ നടത്തുന്നു. ആ സർവേക്കൊപ്പം തന്നെ RSS ചില പേരുകൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യുവാക്കൾ വരട്ടെ, സ്ത്രീകൾ വരട്ടെ എന്നുള്ളത് പൊതുവെ BJP-യുടെ ഒരു നയമാണ്. അതിൻ്റെ ഭാഗമായി 4 വനിതകൾക്കും ആ സ്ഥാനം കൊടുക്കുകയാണ്. അവർക്ക് അവിടെ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളതല്ല, സ്ത്രീകൾ വരണം എന്നുള്ള ഉദ്ദേശത്തിൽ 4 പേർക്ക് സ്ഥാനം കൊടുക്കുന്നത് നല്ല കാര്യം. പക്ഷേ ഈ യുവാക്കളുടെ കാര്യത്തിൽ BJP-യിൽ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക്, ജില്ലാധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടതിന് നേരത്തെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ്, അതായത് 4 വർഷമെങ്കിലും പ്രവർത്തന പരിചയം BJP-യിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രവർത്തന പരിചയം ഈ പറയുന്ന പ്രശാന്ത് ശിവനില്ല. അദ്ദേഹം പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നല്ലോണം പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSന് നല്ല ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അത്യാവശ്യം വോട്ട് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക്
അദ്ദേഹത്തെ യുവാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ യുവ കാര്യവാഹകാണ് പ്രശാന്തിൻ്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഇപ്പോൾ BJP 30 ജില്ലകളാണല്ലോ, ആ 30 ജില്ലകളായി തിരിച്ചുകൊണ്ട് 30 ജില്ലകൾക്ക് സംഘടനാ ജില്ലകൾ എന്നാണ് പേര് പറയുന്നത്. ആ 30 സംഘടനാ ജില്ലകളിൽ 27 ഇടങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകാനിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് പൊട്ടിത്തെറി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ ഈ ഗ്രൂപ്പുകൾക്കൊന്നും വേണ്ടത്ര സ്വാധീനം ചെലുത്താനോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ കഴിയാത്ത വിധത്തിലാണ് ഓരോ ജില്ലയിലെ കാര്യങ്ങൾ എടുത്താലും നമുക്ക് കാണാനാവുക. ഇപ്പോൾ ഓരോ ജില്ലയിലെ കാര്യങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് VV രാജേഷിൻ്റെ നോമിനിയായി RS രാജീവായിരുന്നു. PK കൃഷ്ണദാസ് പക്ഷത്തെ ഒരു അജിത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കരമന അജിത്ത് ഈ 2 ഗ്രൂപ്പിലും പെടുന്ന ആളല്ല. കരമന ജയൻ, ക്ഷമിക്കണം, ഈ 2 ഗ്രൂപ്പിലും പെട്ടതല്ല. അദ്ദേഹത്തിന് പക്ഷേ തിരുവനന്തപുരത്ത് സ്വാധീനമുണ്ട്. അപ്പോൾ ആ സ്വാധീനമുള്ള വ്യക്തിയാണ് അവിടെ ആളുകളെ പിടിക്കാൻ, അല്ലെങ്കിൽ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാളാണ് അവിടെയുള്ളത്. അദ്ദേഹം വരട്ടെ എന്ന തീരുമാനം എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ RSS നൽകുന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന മെസ്സേജാണ്. ആ നിലയ്ക്ക് ഒരു സർവേ അവിടെ നിന്ന് കേന്ദ്ര നേതൃത്വം വരുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോടാണ് ഏറ്റവും അധികം ഈ പാർട്ടിയിലെ ഭിന്നിപ്പ് രൂക്ഷമായിരിക്കുന്നത്. ഭിന്നിപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതൃതലത്തിലുള്ളവരുള്ള ജില്ലയാണ്. അവിടെ കെ സുരേന്ദ്രൻ്റെ ജില്ലയാണ്, അവിടെ MT രമേശിൻ്റെ ജില്ലയാണ്, V മുരളീധരൻ്റെ ജില്ലയാണ്. ആ ജില്ലയിൽ ഈ പക്ഷത്തിലൊന്നും പെടാത്ത ഒരു നേതാവ് അവിടെ വരികയാണ്, പ്രകാശ് ബാബു. അപ്പോൾ ഇങ്ങനെ ഓരോ ജില്ലകളിൽ എടുത്തു നോക്കിയാൽ ആ രൂപത്തിലാണ് വന്നത്. കോഴിക്കോടല്ല കേട്ടോ, കണ്ണൂരാണ്. മുരളീധരൻ കണ്ണൂർ. പക്ഷേ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നല്ലോ, കോഴിക്കോടിന് അറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുന്നത്. സന്ദീപ് വചസ്പതിയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ കൃഷ്ണദാസിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ശക്തമായ ഗ്രൂപ്പുവാദിയല്ല, അദ്ദേഹത്തിൻ്റെ പേരും വരുന്നു. അങ്ങനെ വരുന്നവരൊക്കെ യുവാക്കളാണ്. ഈ യുവാക്കൾ ഇനി പാർട്ടി ഇവിടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് BJPക്ക് ഇവിടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. കാരണം ഇതുവരെ ഈ നേതൃത്വങ്ങളിൽ പ്രതീക്ഷ വച്ചിരുന്നു. ആ പ്രതീക്ഷ ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൽ RSSന്റെ സ്വാധീനമുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചില സൂചനകളുണ്ട്. ഇതുവരെ RSSന്റെ BJPയിലെ ഒരു സംഘടനാ സെക്രട്ടറി പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇപ്പോൾ 6-7 മാസമായിട്ട് ആ പോസ്റ്റ് ഒഴിഞ്ഞിരിക്കുകയാണ്. കാരണം RSS മടുത്ത് ആ സ്ഥാനം ഒഴിവാക്കിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന K സുഭാഷാണ്, അതിനു മുമ്പ് M ഗണേഷ് ഉണ്ടായിരുന്നു, ഉമാകാന്തൻ ഉണ്ടായിരുന്നു, വേറെയും ചില നേതാക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കളെല്ലാം തന്നെ വേണ്ട എന്ന് വെക്കുന്നു. അതായത് RSSന്റെ ഒരു പ്രതിനിധി BJPയിൽ വേണ്ട എന്ന തീരുമാനമെടുത്തിട്ട് 6-7 മാസമായി. അപ്പോൾ അവരുടെ ഒരു മടുപ്പാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയെ ഇറക്കിയതുപോലെ ഇവിടെ ഇനി മറ്റു കാര്യങ്ങളിലും നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിനെതിരായി വരികയാണ്. ഇവിടെ ഇപ്പോൾ കെ സുരേന്ദ്രന് അതിൽ റോളില്ല എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇനി അത് പറയാം, വിമതർ അങ്ങനെയെങ്കിൽ പുറത്തേക്ക് പോകും, അത് കേന്ദ്ര നേതൃത്വത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകുമെന്ന് പറയാം. അവിടെ ഭരണം തുലാസിലായാലും നഗരസഭ വീണാലും അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വത്തിനാണ് എന്ന് പറയുന്നതായിട്ടാണ് കെ സുരേന്ദ്രൻ്റെ പ്രതിനിധിയിൽ നിന്ന് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ. അവിടെയും പുതിയ ഒരു പേര് ആലോചിക്കുന്നു. ഗ്രൂപ്പിനപ്പുറത്ത് എന്നുള്ള പേര് എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് നമ്മൾ തുടർച്ചയായി കേൾക്കുന്നുണ്ട്. പക്ഷേ RSSന്റെ താല്പര്യം നോക്കുമ്പോൾ ആ പേരാണോ വരിക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. മറ്റു ചില പേരുകളെയും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു നേതൃത്വം മാറും. ഇതുവരെയുള്ള എല്ലാ രീതികളും മാറ്റിക്കൊണ്ട് ഇപ്പോൾ സംഘടനയിൽ പുതിയ നേതൃത്വങ്ങൾ വരുമ്പോൾ തലപ്പത്തും, അതായത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തും കാര്യങ്ങൾ മാറും. ഇനി സന്ദീപ് വാര്യരുടെ റോൾ എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ ചർച്ച നടത്തി എന്നുള്ള വാർത്തകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് സാബു എന്ന് പറയുന്ന നേതാവുമായി സന്ദീപ് വാര്യർക്ക് നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്, BJPയിൽ നിന്ന് പോയ ആളാണല്ലോ. അപ്പോൾ സാബു എന്ന കൗൺസിലറുമായി ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നത്. അല്ലാതെ ഈ 7 പേരും സാബുവുമായി ചർച്ച നടത്തിയെന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഇത് വീഴുകയാണെങ്കിൽ സ്വാഭാവികമായും UDFിലേക്ക് അവർ പിന്തുണയ്ക്കും. കാരണം കൗൺസിലർമാർക്ക് അധികാരം വേണമെന്നുകൊണ്ട് UDFിനെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും UDFിൻ്റെ ഭാഗമായി നിന്ന് ഭരണത്തിലേറാനുള്ള ശ്രമം നടത്തും. ഈ എതിർ ശബ്ദങ്ങൾ എന്നുള്ള ധൈര്യത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വരുന്നത് ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ശിവരാജിൻ്റെ കാര്യമൊക്കെ അവിടെ ഇപ്പോൾ BJP 2 തട്ടായിട്ടുണ്ട് പാലക്കാട് എന്ത് വിഷയത്തിലും. ഇപ്പോൾ ബ്രൂവറി വിഷയത്തിലായാലും അദ്ദേഹം മറ്റൊരു പ്രതികരണം, കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു, പിറ്റേ ദിവസം ബ്രൂവറിൽ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല, എന്തിനാണ് സമരം, ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതല്ലേ, ആ സമരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ശിവരാജൻ പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇതാണ് BJPയിൽ നിന്ന് പാലക്കാട് ഉയർന്നു കേൾക്കുന്ന ശബ്ദം. ഈ 2 തവണ നഗരസഭാ ഭരണം പിടിച്ചു, ഇത്തവണ വലിയ രീതിയിൽ വോട്ട് നേടുമെന്ന് പ്രതീക്ഷയെടുത്ത് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ രാഹുൽ മാങ്കോട്ടത്തിൽ ജയിച്ചതിൽ BJPയുടെ ഭിന്നതയും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ
കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ ഇറങ്ങിയവർ തന്നെയാണ് ഇപ്പോഴും വിമത ശബ്ദമായി വരുന്നത്. അവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ചെറിയ സൂചനയല്ല. അപ്പോൾ നഗരസഭ വീഴുമോ വീഴില്ലേ എന്നറിയില്ല. പക്ഷേ ഭരണം തുലാസിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇനി അതല്ല, ഇനിയിപ്പോൾ ഈ പറയുന്ന പുതിയ ഭാരവാഹികളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തരായി അടങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ അതൊരു താൽക്കാലിക അടങ്ങലായിരിക്കും എന്നുള്ളതാണ്. ഇനി പറയുന്ന പുതിയ പേരുകൾ, ഈ പുതിയ പേരുകൾക്ക് പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ട വലിയ ചുമതലയുണ്ട്. അത് എത്രത്തോളം സാധ്യമാകും? RSSന്റെ പിന്തുണയോടുകൂടി അങ്ങനെ ഒരു വലിയ പ്രവർത്തനത്തിലേക്കൊക്കെ പോവുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ്? അപ്പോൾ മുതിർന്ന നേതാക്കളെ മുഴുവൻ അവഗണിച്ചിട്ടാണോ അത് വരിക എന്നൊരു ചോദ്യമുണ്ട്. കാരണം മുതിർന്ന നേതാക്കൾ വിവിധ ഗ്രൂപ്പുകളിലാണെങ്കിലും ആ പേരുകളെ വേണ്ട, എല്ലാം പുതിയത് വരട്ടെ എന്നുള്ള ഒരു ചിന്ത കേന്ദ്ര നേതൃത്വത്തിനുണ്ടെങ്കിൽ അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, BJP സംബന്ധിച്ചിടത്തോളം സംഘടനാ ജില്ലകൾ 30 ആക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജനങ്ങളിലേക്കുള്ള ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാക്കുക എന്നുള്ളത് കൊണ്ടാണ് BJP 30 ജില്ലാ പ്രസിഡന്റുമാരെ കൊണ്ടുവരാനുള്ള കാരണം. അതോടുകൂടി എന്താ സംഭവിക്കുക, സാധാരണ നോർമലി എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, ഓരോ BJP പ്രസിഡന്റ് വരുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരികയും ജില്ലാ വൈസ് പ്രസിഡന്റുമാർ വരികയും അങ്ങനെ ഒരു വലിയ നിര ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് വരും. ഉദാഹരണം പറഞ്ഞാൽ 140 നിയോജക മണ്ഡലങ്ങളാണല്ലോ നമുക്ക് മൊത്തത്തിലുള്ളത്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 4 നിയമസഭാ മണ്ഡലത്തിന് ഒരു BJP ജില്ലാ പ്രസിഡന്റ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമായി എടുക്കേണ്ടത്. അപ്പോൾ BJPക്ക് എവിടെയാണോ സ്വാധീനം കുറവുള്ളത് ആ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഈ സംഘടനാ സംവിധാനം പാകമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ജില്ലാ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ആരെയൊക്കെ ജില്ലാ പ്രസിഡന്റുമാരാകണം, എങ്ങനെ ജില്ലാ പ്രസിഡന്റുമാരാകണം എന്നുള്ളത് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഔദ്യോഗിക പക്ഷത്തിനാണെങ്കിലും വിവിധ പക്ഷത്തിനാണെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ വന്നു. ഇപ്പോൾ കൃഷ്ണകുമാർ പക്ഷത്തിനാണെങ്കിലും MT രമേശ് അടക്കമുള്ള ആൾക്കാരുടെ പക്ഷത്തിനാണെങ്കിലും സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിനാണെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴത്തെ സംസ്ഥാന BJPയിലുണ്ട് എന്നുള്ളത്. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് BJPയിലെ പക്ഷം എന്ന് പറയുന്നത് മുരളീധരൻ സുരേന്ദ്രൻ പക്ഷം തന്നെയാണ്. കാരണം അവർ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അധികാരം കൈയാളുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടും യുവമോർച്ചൻ്റെ പ്രസിഡന്റുമാരായിട്ടും മുരളീധരനാണെങ്കിലും സുരേന്ദ്രനാണെങ്കിലും സംസ്ഥാന പ്രസിഡന്റുമാരായിട്ടും കുറേ വർഷങ്ങളായി തുടരുന്ന ആൾക്കാരാണ്. അവരുടെ അനുയായികളോ അല്ലെങ്കിൽ അവർ പിടിച്ചു ഉയർത്തിക്കൊണ്ട് വന്ന ജില്ലാ സെക്രട്ടറിമാരോ ജില്ലാ പ്രസിഡന്റുമാരാണോ ഇപ്പോൾ ഉള്ളത്, അവരോട് അനുഭവമായി നിൽക്കുന്ന നേതാക്കന്മാരാണ് 99% കേരളത്തിന് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കേരളത്തിൻ്റെ ജില്ലകളിൽ ഈ കൃഷ്ണദാസ് പക്ഷം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു മാധ്യമ സൃഷ്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വലിയ രീതിയിലുള്ള ഒരു ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന സംവിധാനം ഇല്ല. കാരണം അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിനനുസരിച്ച് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാനൊന്നും ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ അകത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ 30 ജില്ലാ സമ്മേളനങ്ങൾ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തല്ലോ, അതിനകത്ത് 27 പേരുടെ പൂർത്തിയായി എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് എവിടെയാണ് നമ്മൾ അങ്ങനെ ഒരു ബഹളം കേട്ടത്? ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. കാരണം ആരെയൊക്കെയാണോ ജില്ലാ പ്രസിഡന്റ് ആക്കേണ്ടത് അവരെല്ലാം ഒരു പരിധി വരെ ജില്ലാ പ്രസിഡന്റ് ആക്കി. ആരാണോ ജില്ലാ പ്രസിഡന്റ് കുപ്പായങ്ങൾ ഇട്ടിരിക്കുന്നത്, പക്ഷേ ഏത് ഏരിയയിൽ ജില്ലാ പ്രസിഡന്റ് ആയി എന്നുള്ളതിനാണ് പ്രത്യേകത. BJPക്ക് സ്ട്രോങ് ഹോൾഡായ സ്ഥലങ്ങളിലാണോ അല്ലാത്ത സ്ഥലങ്ങളിലാണോ അങ്ങനെയുള്ളതാണ്. അപ്പം ഒതുക്കേണ്ടവരെ കറക്റ്റായിട്ട് തന്നെ ഒതുക്കിയിട്ടുണ്ട്. അവരെ കൊണ്ട് അവിടുന്ന് ഒരു റിസൾട്ടും ഉണ്ടാകില്ല എന്ന് പറയുന്ന സ്ഥലം മലപ്പുറത്തും BJPക്ക് 4 എത്ര ജില്ലാ പ്രസിഡന്റ് 4 ഉണ്ട്, 3 ജില്ലാ പ്രസിഡന്റ്. അവിടെ എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയാലോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒതുക്കേണ്ട സ്ഥലങ്ങളിലെ ആൾക്കാരെ ഒതുക്കിയിട്ടുണ്ട്, നിലനിർത്തേണ്ട സ്ഥലത്ത് നിലനിർത്തിയിട്ടുണ്ട്. എന്താണ് പാലക്കാടത്തെ അവസ്ഥ? ഇപ്പോൾ ശിവരാജൻ്റെ കാര്യത്തിനകത്ത് ഞാൻ പറയാം. ശിവരാജൻ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രായപരിധി അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്ത ഇലക്ഷൻ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. നാഷണൽ കൗൺസിൽ അംഗമാക്കുക, BJPയുടെ നാഷണൽ കൗൺസിൽ അംഗമാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം പരിപാടി അവസാനിപ്പിച്ച ശൈലിയിലേക്കാണ്. കാരണം കേരളത്തിന് പുറത്ത് പോകേണ്ട ആൾക്കാർ സംസാരത്തിൽ അതിനെ നിലനിർത്തേണ്ട ആൾക്കാരെയൊക്കെ ഒതുക്കുന്ന ഒരു സ്ഥലമാണ് നാഷണൽ കൗൺസിൽ എന്ന് പറയുന്നത്. മുതിർന്ന നേതാക്കന്മാർ ആ ശൈലിയിലേക്കാണ് ഒതുക്കാറ്. അപ്പോൾ അതോടുകൂടി ശിവരാജൻ്റെ ഏകദേശം പരിപാടി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് ശിവരാജനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഏകമാർഗം? ഇനി പോയാൽ കോൺഗ്രസിൽ പോവാം. കോൺഗ്രസിൽ പോയാൽ അതേ നിയമസഭ മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ മത്സരിക്കാം. അതിനുള്ള ഒരു പോക്കാണോ ശിവരാജൻ നടത്തുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. കാരണം ശിവരാജൻ്റെ പ്രവൃത്തിയും ശരി എന്താണോ ഔദ്യോഗിക പക്ഷം പറയുന്നത്, കൃഷ്ണദാസ് എന്ത് പറയുന്നു, സുരേന്ദ്രൻ എന്ത് പറയുന്നു, നേരെ ഓപ്പോസിറ്റ് പറയും. നേരെ ഇപ്പോൾ ബ്രൂവറിക്കെതിരെ സമരം നടത്താൻ കൃഷ്ണദാസ് വിചാരിച്ച പറയും സമരം നടത്തണ്ട, കൃഷ്ണകുമാർ പറഞ്ഞാൽ സമരം നടത്തണ്ട എന്നുള്ളത് അടുത്ത സെക്കൻഡ് ശിവരാജൻ പറയും. അപ്പം അങ്ങനെയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയൊന്നും വേണ്ട, ഇവിടുന്ന് അവിടെ വേറെ ആരെ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ
അവരെ മുന്നിലോട്ട് മറുപടിയില്ല. അപ്പം എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത് നേരെ പറയാം. അപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ സന്ദീപ് വാര്യരുടെ കൂടെ പോകാനോ അല്ലെങ്കിൽ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ സീൻ കണ്ടില്ല, ഇന്ന് രാഹുൽ മാങ്കുടത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പിന്നെ വിഷ്വൽസാണ് ഇന്ന് രാവിലെ ശിവരാജനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു നേതാവിനെ നിങ്ങൾക്ക് ബി ജെ പിയിൽ കാണിക്കാൻ പറ്റുമോ? ഒരു ബി ജെ പി നേതാവിനെ കാണിക്കാൻ പറ്റില്ല. അപ്പം മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അത് സൂചിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇനി ഈ സംഭവത്തോട് കൂടിയിട്ട് അതിനെ ഏകദേശം തീരുമാനമാവും എന്നുള്ളതാണ്. ഏകദേശം ശിവരാജൻ്റെ കാര്യത്തിൻ്റെ അകത്തും ഈ പ്രമീള ശശിധരൻ്റെ കാര്യത്തിനകത്തൊക്കെ ഏകദേശം തീരുമാനമാവാനാണ് സാധ്യത. കാരണം 7 കൗൺസിലർമാർ രാജിവെച്ചാലൊന്നും ബി ജെ പിക്ക് അവിടെ ഒന്നും സമയം 19 അവിടെ ഉണ്ട്. കാരണം അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറയുന്നത് അവിടെ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് പിന്നെ ഭരണം നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ 7 പോയാലും 7 പോകാനൊന്നും അവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 6 പേരെ ഇലക്ഷനിൽ മത്സരിച്ചു. ആ 6 പേര് മത്സരിച്ച് കഴിഞ്ഞാൽ പുതിയ ഒരാളെ കൊണ്ടു. അപ്പോൾ ഒരു ചെറിയ അവിടെ ഓൾറെഡി 3 ജില്ലാ പ്രസിഡന്റുമാർ വരുന്നുണ്ട്. പാലക്കാട് പോലത്തെ ഒരു ജില്ലേനെ 3 സംഘടനാ ജില്ലയായിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ല, പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താ അറിയാം, ഈ പാലക്കാട് ഈസ്റ്റ് എന്ന് പറയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? 3 ജില്ലയെ തിരിച്ചു. അതിനകത്ത് ഏക പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ഈസ്റ്റ് ആണ്. അവിടെ 6 പേര് മത്സരിക്കുകയാണ്. 6 പേര് മത്സരിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് പറയുന്നത് 6 പീസാവും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം എന്താണ് നോക്കുക? അവിടുന്ന് RSSനോട് അഭിപ്രായം മേടിക്കും, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോഴുള്ള കറണ്ട് സംസ്ഥാന നേതൃത്വത്തോട് അഭിപ്രായം മേടിച്ചിട്ട് ഒരാളെ അങ്ങനെ സജസ്റ്റ് ചെയ്യാനാണോ എന്ന് ചോദിക്കും. സജസ്റ്റ് ചെയ്യാൻ സാധാരണ പ്രശാന്ത് ശിവനെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതെന്നില്ലല്ലോ. 6 പേര് മത്സരിക്കുന്ന സ്ഥലത്ത് 33, 31 ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ബിജെപിയിൽ പ്രവർത്തിച്ച പരിചയമില്ല. അല്ല, യുവമോർച്ചേൻ്റെ പിന്നെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. യുവമോർച്ചേൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെ സുരേന്ദ്രനില്ലേ സംസ്ഥാന പ്രസിഡന്റ്, അയാൾ എങ്ങനെയാണ് സംസ്ഥാന പ്രസിഡന്റ് ആയത്? യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. മനസ്സിലായി? യുവമോർച്ചയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമില്ല. അവിടെ നിയമസഭ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടെന്നേ. നിയമസഭ ഇലക്ഷന് ആലത്തൂർ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിത്വം കൊടുത്ത ഒരാള്. രണ്ടാമത്തെ തവണയാണ്. കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന്റെ അധ്യക്ഷനെ MLA ആകാം, ഇവിടെ ജില്ലാ അധ്യക്ഷൻ പോലും ആകാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മൾ റഫീഖിനെ പറയുമല്ലോ, CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആരാ? പ്രായം എത്ര? 34 വയസ്സുള്ള റഫീഖാണ് പിന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട്. മാനദണ്ഡമല്ല, ആരാണ് ഈ മാനദണ്ഡം നിശ്ചയിക്കുന്നത്? കേന്ദ്രത്തിന്റെ മാനദണ്ഡമൊന്നുമല്ലല്ലോ. അല്ല, ഇത് ശിവരാജൻ പറഞ്ഞ മാനദണ്ഡമാണ്. പാലക്കാട് ഒരു മാനദണ്ഡം നിശ്ചയിക്കും. പൊതുവെ ഇപ്പം എന്താണ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? പാലക്കാട് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം, അത് ആരാണ് ആ മണ്ഡലത്തെ നശിപ്പിച്ചതെന്നറിയോ? ആ നശിപ്പിച്ചത് പാലക്കാടുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന നേതാക്കന്മാർ മാത്രമാണ്, അല്ലാതെ വേറെ ആരെങ്കിലും ആണോ? ഇപ്പം N ശിവരാജൻ ഏറ്റവും മുതിർന്ന നേതാവല്ലേ, അദ്ദേഹമല്ലേ അവിടെ ഒരു ഐക്യം ഉണ്ടാക്കേണ്ട ആള്. ദേശീയ കൗൺസിലൊന്നും ചേരുന്നില്ല. ദേശീയ നിർവാഹക സമിതിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഫോറം. ദേശീയ കൗൺസിൽ ഓഫ് കോഴ്സ് സീനിയേഴ്സിന്റെ ഒരു സ്ഥലമാണെങ്കിൽ കൂടിയും ദേശീയ കൗൺസിൽ അംഗം എന്ന് പറയാം ശിവരാജനെ. അവിടെ ഞാൻ പറയുന്നത് ഈ ശോഭ പക്ഷമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശോഭേന്റെ ഒക്കെ സ്വന്തം ആളായിരുന്നു ശിവരാജൻ അവിടെ പാലക്കാട്. അപ്പൊ ആഗ്രഹിച്ചിരുന്ന ആളാണ് ആണ്. അപ്പം ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഒരാളെയും പറയില്ല. ഇപ്പൊ അടുത്ത കാലത്ത് എവിടെയും പത്രസമ്മേളനം കണ്ടോ? പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് എത്ര പത്രസമ്മേളനമാണ്? അവിടെ പത്രസമ്മേളനം, എറണാകുളത്ത് പത്രസമ്മേളനം, തൃശ്ശൂർ പത്രസമ്മേളനം, പാലക്കാട് പത്രസമ്മേളനം, അതിനുശേഷം ഒരു പത്രസമ്മേളനം കണ്ടില്ല. എന്താ കാരണം? കൃഷ്ണകുമാർ ജയിക്കരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു പത്രസമ്മേളനം കണ്ടില്ലല്ലോ. പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ ആൾക്കാർ. ശൈലി എങ്ങോട്ടാണ് പോയത്? അന്ന് ശിവരാജനെ കൃഷ്ണകുമാറിന്റെ തോൽവിക്ക് ശേഷം നൽകിയ സൗണ്ട് ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാണ്. അല്ല, ശിവരാജൻ പറഞ്ഞത്. അല്ല, ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ല എന്നുള്ളതിനേക്കാൾ അതെ, രാഷ്ട്രീയം അതാണ്. അല്ല, ഞാൻ പറയുന്നത് എന്താണോ ശിവരാജ് അവിടെ ആഗ്രഹിച്ചത്, അവിടെ ശിവരാജന് ഇനി എത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം BJPയുടെ സംവിധാനത്തിലത്ത് 75 വയസ്സാണ് മാക്സിമം, അല്ലേ? 75 വയസ്സായി ഇനി അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അതിൽ കൂടുതൽ അവിടെ ചർച്ച ചെയ്യാനും പറ്റില്ല. അത്രയും സീനിയറായ ഒരാൾക്ക് ഇനി അതിനെ കൂടുതൽ BJPയിൽ അവിടെ പോയിട്ട് സംഘടന പരിപാടിയിലൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ ജില്ലാ പ്രസിഡന്റായി മത്സരിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ സന്ദീപ് വാര്യരുടെ സംവിധാനത്തിലേക്ക് ഇപ്പം തിരിച്ചിങ്ങോട്ട് പാലക്കാട് സന്ദീപ് വാര്യർ പിടിച്ചെടുക്കും, അതൊന്നും അവിടെ നടക്കുന്ന കാര്യമില്ല. നമ്മളിപ്പം നമ്മുടെ ഒരു കൗൺസിലറുടെ പേര് പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ ചർച്ച നടത്തിയെന്ന് പറഞ്ഞേ, സാബു അന്ന് തന്നെ ഒന്ന് പറയുന്നുണ്ട്, ഞാനതൊന്നും ചർച്ച നടത്തിയിട്ടില്ല. ഇന്നും എന്താണ് സാബുവിൻ്റെ പേരാണ് വലിച്ചിറക്കുന്നത്, സാബുവാണ് ചർച്ച നടത്തിയെന്നുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം 7 പേരൊന്നും ഒരു കാരണവശാലും ഒറ്റയടിക്കുന്നു BJP ഇന്ന് രാജിവെച്ചിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നുള്ളത് മാത്രമല്ല, അത് തന്നെയാണ് സുരേന്ദ്രനുള്ള ആത്മവിശ്വാസവും. അത്രയും ടീമൊന്നും ഒരിക്കലും ഒറ്റയടിക്ക് രാജിവെച്ച് പോകില്ല എന്നുള്ളത്. പിന്നെന്താ, BJPയുടെ നേതൃത്വം എപ്പോഴും തീരുമാനം എടുക്കുന്നത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. എന്ത് തീരുമാനം പറഞ്ഞാലും കേന്ദ്ര നേതൃത്വമാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എല്ലാവരും പല ആൾക്കാരുടെ പേരാണ്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് എന്ന് പറയുന്നത് മുരളീധരൻ കഴിഞ്ഞ സുരേന്ദ്രൻ എന്നുള്ള
ധാരണ എല്ലാവർക്കും ഉണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നു സുരേന്ദ്രനാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി പോകാൻ ആരാണ് വരാൻ പോകുന്നത്? ഒരാൾക്കും ഒരു ധാരണയില്ല. എല്ലാവരുടെയും പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് മാത്രമാണ്. അപ്പോൾ അവർ ഈ പറയുന്ന 30 സംഘടനാ ജില്ലകളാക്കി മാറ്റാനുള്ള കാരണവും 30 RSSൻ്റെയൊക്കെ, കാരണം RSS ഈ പറഞ്ഞ സംഘടനാ സംവിധാനത്തിൽ ഇടപെടരുത് എന്നുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എം ഗണേഷിനെ അവർ അവരുടെ പ്രഭാരി എന്നുള്ള നിലയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. കാരണം അവർ RSS അതിനൊരാളെ നിർത്തി അവർ സംഘടനാ സംവിധാനത്തിൽ ഇടപെട്ടു എന്നുള്ളത് വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവരെ സംഘടനാ ചുമതല മാറിയിരുന്നു. ഇനി എന്താണ്, പുതിയ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് വരും. കാരണം അവരൊരു RSS ഒരിക്കലും ഒരു എന്താണ് പറയുക, ഒരു ഭരണ സംവിധാനത്തിൽ ഇടപെടുന്ന ആൾക്കാരല്ല. അവരൊന്ന് പറയാറില്ല, അവർ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ മറുപടി പറയും എന്നുള്ളതിന്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ആ സംഘടനാ ജനറൽ സെക്രട്ടറിനെ അവരവിടുന്ന് മാറ്റി, പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ പക്ഷം എന്നുള്ളതോ അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷം എന്നുള്ളതോ ഒന്നും അല്ല അവിടുത്തെ കാര്യം. അവിടെ കുറച്ച് ആൾക്കാരുടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറം ഇതൊരു വിവാഹിത പ്രശ്നമായിട്ട് കാണേണ്ട കാര്യം തന്നെ ഇല്ല. അത് മാത്രമല്ല 7ഉം 8ഉം പോയിട്ട് ഒരെണ്ണം പോലും അവിടുന്ന് പോകാൻ പോകുന്നില്ല. മാക്സിമം പോയാൽ ഇത് പിടുത്തം വിട്ട് പോകാൻ പോകുന്നത് ശിവരാജൻ മാത്രമായിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രവീണാദേവി അവിടെ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കാൻ കാരണം? കഴിഞ്ഞ പ്രാവശ്യം അവർ അധ്യക്ഷയായതുകൊണ്ട് ഇപ്രാവശ്യം തുടർന്നു. കാരണം വേറെ വനിതകളില്ലാത്തതുകൊണ്ടല്ല. പ്രമീളാദേവി രാജിവെച്ചാൽ പ്രമീളാദേവിക്ക് നഷ്ടമായി എന്നുള്ളതിനേക്കാളും അപ്പുറം എന്താണ്, അവിടെ വേറെ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊന്നും രാജിവെക്കാൻ പോകുന്നില്ല. പിന്നെ എന്താണ്, വിമത സ്വരങ്ങൾ എല്ലാ കാലത്തും BJPയിലുണ്ട്. എല്ലാ കാലത്തുള്ള BJP കാര്യങ്ങളും പുറത്തേക്ക് വരലുണ്ട്. അതിനെന്തെങ്കിലും സംഘടന നിലപാടെടുക്കുന്നില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഏത് പാർട്ടിയിലാണെങ്കിലും വിമത പ്രവർത്തനം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരും. ഇവർക്കൊക്കെ ശക്തമായ നടപടി സ്വീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ പച്ച തൊടാനെങ്കിലും പറ്റും എന്നുള്ളതാണ്. ഇനി ആകെ എത്ര ഒരു വർഷമുള്ളത്, 450 ദിവസം മാത്രമാണ് നിയമസഭാ ഇലക്ഷൻ ഉള്ളത്. അവർക്ക് 15-20 സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ശൈലിയിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ 30 ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാലോ ഏതൊക്കെ ജില്ലയിലാണ് ശക്തമായ BJP നേതൃത്വം വരാൻ പോകുന്നത്. ഈ സംഘടനാ ജില്ലകളിലാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള ജില്ലകളിലല്ല. ഏതൊക്കെ സംഘടനാ ജില്ലകളാണ് ശക്തമായ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പം നാളെയോടുകൂടി ഇതിനേകദേശം തീരുമാനമാവും. പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് പാലക്കാടത്തെ വിമത പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുജയ, ശിവരാജൻ പറഞ്ഞതുകൊണ്ട് തുലാസിലാകുന്ന ഭരണമാണ് പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഉള്ളതെങ്കിൽ ആ തുലാസ് എടുത്ത് താഴെ വെക്കുന്നതാണ് ആ പാർട്ടിക്ക് നല്ലത്. തുലാസിലാണ് എന്നുള്ള ഒരു സാധ്യതകളും ഞാനിവിടെ കാണുന്നില്ല. കാരണം ഈ നിമിഷം വരെ വന്ന് പറഞ്ഞ നേതാക്കൾ, അതുപോലെ തന്നെ യാക്കരയിൽ മാഡം പറഞ്ഞതുപോലെ 80 പേർ എന്നൊക്കെ പറയുമ്പോൾ അത് ആരൊക്കെയാണ്, ഏതൊക്കെ പോർട്ട്ഫോളിയോ വഹിക്കുന്നവരാണ്? അത് BJPക്കാർ തന്നെയാണോ അവിടെ കൂടിച്ചേർന്നത്? അതോ ഇനി സന്ദീപ് വാര്യർ ഇത്ര വലിയ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ആക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഫിഗർ ആക്കിയൊക്കെ ഉയർത്തി കാട്ടണമെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ ഇതാ പാലക്കാട് നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു, അതിനായി BJPയുടെ കൗൺസിലർമാരെ സന്ദീപ് വാര്യർ ഇതാ ഇളക്കിയെടുത്ത് കോൺഗ്രസിനൊപ്പം കൊടുക്കുന്നു, N ശിവരാജനെ ആലിംഗനം ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതിനു ശേഷമുള്ള രാഹുൽ ഇഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രശാന്ത് ശിവൻ വരുന്നതിനെ ചൊല്ലിയാണ് പോക്കെന്നുണ്ടെങ്കിൽ അങ്ങ് പോവത്തേ ഉള്ളൂ. പ്രശാന്ത് ശിവനെ മാറ്റാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. കാരണം എല്ലാ ഇടങ്ങളിലും നമ്മൾ പറയും സ്ത്രീ പ്രാതിനിധ്യം വേണം, യുവജന പ്രാതിനിധ്യം വേണം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വേണം. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീകൃതമായ ഒരു പട്ടികയിലേക്ക് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടുകൂടി സംസ്ഥാന നേതൃത്വം എത്തുന്ന ഒരു ഘട്ടത്തിൽ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളാണ് വന്നത്, അല്ലെങ്കിൽ ഇയാളുടെ യോഗ്യത എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു N ശിവരാജനും മറ്റു ചിലരും പ്രമീള ശശിധരനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ തീരുമാനം മാറ്റാനൊന്നും എന്തായാലും BJP പോലൊരു പാർട്ടിക്ക് കഴിയില്ല. കാരണം കൃത്യമായി സംഘടനാ തെരഞ്ഞെടുപ്പെന്ന് പറയുകയല്ല, കൃത്യമായി സമയം നിശ്ചയിച്ച് 2024 ഡിസംബർ 22-നാണ് 30 സംഘടനാ ജില്ലകളായുള്ള വിഭജനം പൂർത്തിയാക്കിയത്. ഓരോ സംഘടനാ ജില്ലകളുടെയും ചുമതലക്കാർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളടക്കമുള്ള പട്ടിക പുറത്തു വന്നതും ഡിസംബർ 22-നാണ്. അതിനുശേഷം കൃത്യം ഒരു മാസമാകുമ്പോഴേക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായി പൂർത്തിയാക്കുകയാണ്. അപ്പുറത്ത് നമ്മൾ നോക്കേണ്ടത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസിൽ ഇപ്പോഴും തട്ടിക്കളിക്കുകയാണ്. ഹൈക്കമാൻഡ് പറയുമോ, ഞങ്ങൾ പറയണോ, എങ്ങനെ നടത്താം, ഞാനാകണോ നീ ആകണോ, ഞാനാകണോ എന്നൊക്കെയുള്ള ചർച്ചകളുമായി അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നേതാക്കളെയൊക്കെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ്. അപ്പോഴാണ് മറുഭാഗത്ത് പ്രശ്നമില്ലാത്തയിടത്ത് പ്രശ്നമുണ്ടാക്കാനായുള്ള ചില നീക്കങ്ങൾ 1-2 നേതാക്കളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നടത്തുന്നത്. അത് ഏത് രീതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇവർ പറയുന്നത് പോലെ, അതായത് N ശിവരാജനും ഒപ്പം തന്നെ യാക്കര യോഗം ചേർന്ന ആളുകളും പറയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ നാളെ അവർ രാജിവെക്കണം. ഈ കൗൺസിലർമാർ എല്ലാവരും രാജിവെക്കണം. എന്നാൽ പാലക്കാട് നഗരസഭയുടെ ഭരണം BJPക്ക് നഷ്ടപ്പെടും. അങ്ങനെ രാജിവെക്കാൻ 7-9 കൗൺസിലർമാർ നാളെ തയ്യാറാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെ എന്തായാലും ഈ 30 ജില്ലാ
അധ്യക്ഷന്മാരെയും സംഘടനാ ജില്ലകളുടെ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്ന 30 അധ്യക്ഷന്മാരുടെയും പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകും. രാവിലെ 11 മണി മുതൽ തന്നെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ തുടങ്ങുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 27 പേരുടെ പേരുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റ് 3 ജില്ലകളിലെ അതാണ് ഇനി പുറത്തു വരാനുള്ളത്. അങ്ങനെ 30ൻ്റെയും പ്രഖ്യാപനം നാളെ ഉണ്ടാകാൻ പോകുന്നു. ഇവിടെ പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ മാഡം ഇവിടെ ചോദിച്ചു, പ്രശാന്ത് ശിവന് വേണ്ടത്ര പ്രവർത്തന പരിചയമില്ല എന്നുള്ളത്. പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് അത് BJPയിൽ ഏതെങ്കിലും ഒരു ഭാരവാഹിയായി ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തന പരിചയം മാത്രമല്ല. താഴെ തട്ട് മുതൽ കൃത്യമായി പ്രവർത്തിച്ചു വന്നയാളാണ് പ്രശാന്ത് ശിവൻ. ഞാൻ അതിലേക്ക് അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ റേസ് ചെയ്തതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൂടി കൊണ്ടുവരണമല്ലോ. എന്തുകൊണ്ട് പ്രശാന്ത് ശിവൻ എന്നുള്ളത്. പ്രശാന്ത് ശിവന് ഇപ്പോൾ ഇന്നത്തേതനുസരിച്ച് കണക്കാക്കുകയാണെങ്കിൽ പ്രശാന്ത് ശിവന് 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 36 വയസ്സാകണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ആകണം. അപ്പോൾ അതാണ് പ്രശാന്ത് ശിവന്റെ പ്രായം. അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് MSWയിൽ. ഒരു വെജിറ്റബിൾ ബിസിനസ് ABK വെജിറ്റബിൾ മേലാമുറി പാലക്കാട്, അതാണ് ചെയ്യുന്ന തൊഴിൽ. കൃത്യമായ ഒരു തൊഴിൽ ചെയ്യുന്ന, കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രശാന്ത് ശിവൻ ഇനി ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി RSSന്റെ 3rd ഇയർ OTC 2013 കഴിഞ്ഞയാളാണ് പ്രശാന്ത് ശിവൻ. മണ്ഡൽ കാര്യവാഹമായിട്ട് 2 വർഷം ഉണ്ടായിരുന്നു. പാലക്കാട് വിദ്യാർത്ഥി പ്രമുഖായിരുന്നു 11 വർഷം. താലൂക്ക് പ്രചാർ പ്രമുഖായിരുന്നു 1 വർഷം. താലൂക്ക് ബൗദ്ധിക് പ്രമുഖായിരുന്നു 1 വർഷം. 2021 ആലത്തൂർ നിയമസഭയിൽ നിന്നുള്ള BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പറയുന്ന പ്രശാന്ത് ശിവൻ. 2021 എന്ന് പറയുമ്പോൾ 4 വർഷം മുൻപാണ്. അന്നത്തെ പ്രായം എന്ന് പറയുന്നത് 31 വയസ്സാണ്. 31ാമത്തെ വയസ്സിൽ MLA കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച ആളാണ്, സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് പ്രശാന്ത് ശിവൻ. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് 2020 മുതൽ 2024 വരെയുള്ള ഇതുവരെയുള്ള ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ്. അതായത് 4-4.5 വർഷമായി ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ച് വരികയാണ്. ഇത്രയും പോരെ ഒരാൾക്ക് BJPയുടെ ഒരു ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ? സുന്ദരനും സുമുഖനും, അത് പൊതുവെ BJPയിലെ നേതാക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ സർ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ അറിഞ്ഞ മാനദണ്ഡമാണ് പറയുന്നത്. അതല്ല, ഞാൻ അറിഞ്ഞ മാനദണ്ഡം ഇതാണ്. BJP ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കാണെങ്കിലും മധ്യസ്ഥ സ്ഥാനത്തേക്കാണെങ്കിലും 40 വയസ്സാകണമെന്നുള്ളതാണ്. 35 എന്നുള്ളത് പരിഷ്കാരമായി പരിഷ്കാരത്തേക്ക് വരട്ടെ. അല്ല, മറ്റു പാർട്ടികളുമായി താരതമ്യം ചെയ്യേണ്ട. BJP ഒരു പുതിയ പരിഷ്കാരമാണെങ്കിൽ ഇതുവരെയുള്ള മാനദണ്ഡം മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 40 വയസ്സാകണം, 60 വയസ്സാകണം എന്നൊക്കെയുള്ളത്. 50 വയസ്സാകുമ്പോഴും യുവജന അധ്യക്ഷനായി ഇരിക്കുന്ന ആളുകളൊക്കെയുള്ള പാർട്ടികളൊക്കെ ഉണ്ടല്ലോ. 50 കഴിഞ്ഞിട്ടും യുവജന അധ്യക്ഷന്മാരായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. മറ്റു പാർട്ടികളെ കുറിച്ചും ഞാൻ പറഞ്ഞു പോകും, അത് എന്റെ സ്വാതന്ത്ര്യം. അപ്പോൾ താരതമ്യം എന്ന് പറയുന്നത് അത് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് ശിവന് ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസ് കൃത്യമായി ഉണ്ട് എന്നുള്ള വസ്തുത പറയുന്നതിന് വേണ്ടിയാണ് എന്തായിരുന്നു പ്രശാന്ത് ശിവൻ എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞത്. പിന്നെ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം മാത്രമല്ല ടെലിവിഷൻ ചർച്ചകളിൽ ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, കുറേ കാലമായി തന്നെ പ്രശാന്ത് ശിവൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വിളിച്ചാൽ ഇവിടെയും ചർച്ചകൾക്ക് വന്ന് പ്രശാന്ത് ശിവൻ ഇരിക്കും. നല്ല ഡിബേറ്ററാണ് പ്രശാന്ത് ശിവൻ. കൃത്യമായി എന്താണ് BJPയുടെ നയവും നിലപാടും എന്നുള്ളത് കൃത്യമായ RSS ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെ വിഷയങ്ങൾ അപഗ്രഥിച്ച് പറയാൻ കഴിയുന്ന, പലപ്പോഴും അവതാരകരിൽ പലരെയും വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഡിബേറ്ററായി തന്നെയാണ് പ്രശാന്ത് ശിവനെ പാർട്ടി ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ പല ചാനൽ ചർച്ചകളിലും പ്രശാന്ത് ശിവനെ കണ്ടിട്ടുള്ളത്. ഞാൻ നയിക്കുന്ന ചർച്ചകളിൽ ഈ സ്ഥാപനത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഞാൻ വിളിച്ചിട്ടുമുണ്ട്. പ്രശാന്ത് ശിവൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അപ്പോൾ കൃത്യമായി പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നതിനായിട്ടുള്ള ഒറേറ്ററി സ്കിൽസ് ഉള്ള, ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ള, യൂത്ത് എന്നുള്ള, പിന്നെ അതുപോലെ തന്നെ ആൻഡോ സാർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെയൊക്കെയുള്ള സൗന്ദര്യം കൂടി ഒരു ഘടകമാണ് എന്നുണ്ടെങ്കിൽ ആ ഘടകവുമുള്ള ഒരു നേതാവാണ് പ്രശാന്ത് ശിവൻ. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയല്ലേ വളർത്തി കൊണ്ടുവരേണ്ടത്. എല്ലാ കാലവും ഈ 50 മുകളിലുള്ള ആളുകൾ തന്നെ, അതായത് 54 വയസ്സുള്ള രാഹുൽ ഗാന്ധിയെ യുവ നേതാവെന്ന് വിളിക്കാം, യുവ നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാം. എന്നാൽ ഇവിടെ 35-കാരനായ പ്രശാന്ത് ശിവൻ ഒരു ജില്ലാ അധ്യക്ഷൻ ആകുമ്പോൾ അത് വലിയ പ്രശ്നമാണ്, പ്രായം ഒരു മാനദണ്ഡമാണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തെ ഒരു യുക്തിയില്ലായ്മയുണ്ട്. അതാണ് ഞാനിവിടെ ചോദ്യം ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ആരോപണം പട്ടികയിൽപ്പെടാത്ത നേതാവിനെ വ്യക്തി താല്പര്യം കൊണ്ട് തിരുകി കയറ്റി എന്നുള്ളതാണ്. പട്ടികയിൽപ്പെടാത്ത നേതാവെന്ന് പറയുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പട്ടികയിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ളത് ഒരു മാധ്യമത്തിനും ചോർന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കേന്ദ്ര നേതൃത്വത്തിനും കൃത്യമായി ഓരോ സംസ്ഥാനത്തെയും ആരൊക്കെയാണ് നേതൃപാടവമുള്ളവർ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട്. അത് BJPയിൽ ചേർന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാകണമെന്നില്ല. കൃത്യമായി ഹാൻഡ് പിക്ക് ചെയ്ത് അവർ കൊണ്ടുവരും. ആ രീതിയിലുള്ള ഒരു സംവിധാനം BJPക്കുണ്ട് എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം പിടിക്കുന്നതിനായി പോലും അങ്ങനെയാണ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ പട്ടികയിൽപ്പെടാത്ത നേതാവായതുകൊണ്ട് തിരുകി കയറ്റി എന്നുള്ള ആരോപണം അതുകൊണ്ട് നിലനിൽക്കില്ല. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് സെന്ററിന്റെ, അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള
തിക്കാണ്. അത് പ്രശാന്ത് ശിവന്റെ എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞതുപോലെ ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസും അയാളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും അയാൾ ഒരു ഒറേറ്റർ എന്ന നിലയിൽ എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് ചർച്ചകളിലായാലും പൊതുവേദികളിലെ പ്രസംഗങ്ങളിലായാലും അയാൾ പെർഫോം ചെയ്യുന്നത് എന്നതുകൂടി, പെർഫോമൻസ് കൂടി നോക്കിയാണ് BJP-യിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി പ്രായത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു വനിതാ അധ്യക്ഷയുടെ കാര്യം കൂടി ഞാൻ പറയാം. ML അശ്വിനി. അവരുടെ പ്രായം ഞാൻ മനസ്സിലാക്കുന്നത് 37-38 വയസ്സേ അവർക്കുമായിട്ടുള്ളൂ. അപ്പോൾ ഈ 40-ന്റെ താഴെയുള്ള ആ പ്രായപരിധിയിൽ അശ്വിനിയും വരും. പ്രഫുൽകൃഷ്ണൻ സംസ്ഥാന അധ്യക്ഷനാണ് യുവമോർച്ചയുടെ. പ്രഫുൽകൃഷ്ണനെയും ആക്കിയിട്ടുണ്ട്. ഇവിടെ പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ മാത്രം N ശിവരാജന്റെ ഒപ്പം തന്നെ യാക്കര യോഗത്തിന്റെ പേര് പറഞ്ഞ് ചർച്ചയിലേക്ക് പോകുമ്പോൾ ML അശ്വിനി കാസർഗോഡ് വരുമ്പോൾ അതിൽ ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാകുന്നില്ല. ML അശ്വിനിയേക്കാൾ എത്രയോ മുതിർന്ന നേതാക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പല ചോയ്സുകളും വന്നിട്ടുണ്ടാകും. പക്ഷേ ML അശ്വിനി എന്ന് പറയുന്ന ഒരു വനിതയിലേക്ക് കൃത്യമായി എത്തുന്നത് എന്തുകൊണ്ടാണ്? അവർ ആ തെരഞ്ഞെടുപ്പിൽ കാണിച്ച പെർഫോമൻസ്. അതുപോലെ തന്നെ അവർ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ അവരിപ്പോൾ മെമ്പറായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെയുള്ള പെർഫോമൻസസ്, അല്ലാതെ അവർ 15 വർഷമായി പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് നോക്കിയൊന്നുമല്ല. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമുള്ള പാർട്ടിയാണ് BJP. അതിനുള്ളിൽ കൃത്യമായി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ ഘട്ടത്തിലും അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് RSSും BJPയും എന്ന് പറയുന്നത് രണ്ട് സംവിധാനമായി നിൽക്കുന്നതാണ്. 7 മാസമായി സംഘടനാ ചുമതലയിൽ നിന്ന് സുഭാഷ് കണ്ണോത്ത് മാറിയതിനു ശേഷം ആരും വന്നില്ല. അതിൻ്റെ അർത്ഥം RSSും BJPയും അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നവരോട് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളല്ല, ഒന്നിച്ചു പോകൽ തന്നെയാണ് RSSും BJPയും കേരളത്തിൽ ചെയ്യുന്നത്. അത് കൃത്യമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആ സംഘടനാ സംവിധാനം ഒന്നാകെ നീങ്ങുന്നത്. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൃത്യമായി തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. RSS അതിന് കൃത്യമായ അടിത്തറ ഒരുക്കുന്ന, എവിടെയൊക്കെയാണോ ലൂപ്പ് ഹോൾസ് ഉള്ളത് അത് ഫില്ല് ചെയ്ത് തന്നെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നടക്കം മാറ്റി നിർത്തുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാകും. നാളെ പോകുമെന്നുള്ള ഒരാൾക്ക് ഇന്നേ പദവി കൊടുത്ത് കൂടെ ഇരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് RSS കൃത്യമായി അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുന്നത്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു വന്ന രാജീവ് പ്രസാദ്, സന്ദീപ് വചസ്പതി, പ്രകാശ് ബാബു, നിവേദിത സുബ്രഹ്മണ്യൻ, പ്രഫുൽകൃഷ്ണ, ഇവരാരും ഒരു പരാതിയുമില്ലാതെ ഈ ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയല്ലോ. അവരുടെയൊന്നും ഒരു മുറുമുറുപ്പും കേട്ടിട്ടില്ല. അതാണ് ഇത് പാർട്ടി BJPയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇനി പത്തനംതിട്ട, കാസർഗോഡ്, വയനാട് ഈ 3 ജില്ലകൾ മാത്രമാണ് വിഭജിക്കാത്തത്. ബാക്കിയെല്ലാം വിഭജിച്ചല്ലോ. എതിരഭിപ്രായം എവിടെ നിന്നെങ്കിലും കേട്ടോ. ഡിസംബർ 22-ാം തീയതി ആ തീരുമാനം വന്നല്ലോ. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് പോകുന്നത്. അപ്പോഴാണ് ഈ സ്ഥിരം ഭീഷണി. നേരത്തെ K സുരേന്ദ്രനെ ഒരു 15-16 പ്രാവശ്യം മാറ്റിയത് കൊണ്ട് ഇപ്പോൾ ആ ചർച്ചയിൽ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രശാന്ത് ശിവനെ കൊണ്ടുവന്നത് കൊണ്ട് BJPയിൽ ആകെ പൊട്ടിത്തെറി. അവിടെയും ഈ ചിത്രത്തിലേ ഇല്ലാത്ത C കൃഷ്ണകുമാറിനെയും കൊണ്ടുവരുന്നുണ്ട്. C കൃഷ്ണകുമാർ ആണ് അവിടുത്തെ പ്രശ്നക്കാരൻ എന്ന് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പല കോണുകളിൽ നിന്നും ബോധപൂർവ്വം വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. പ്രശാന്ത് ശിവന്റെ പേര് അവിടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് K സുരേന്ദ്രന്റെ ഉണ്ണിസാർ സൂചിപ്പിച്ചത്. ഇന്ന് അങ്ങ് ചർച്ചയിൽ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് K സുരേന്ദ്രൻ ആ കോൺഫിഡൻസ്. കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഓരോ തീരുമാനത്തിലേക്കും പ്രസിഡന്റ് ആയതിനു ശേഷം കൃത്യമായി K സുരേന്ദ്രൻ എത്തുന്നത്. അതുകൊണ്ടാണ് ആ കോൺഫിഡൻസോടെ അയാൾക്ക് മറുപടി പറയാൻ പറ്റുന്നത്. ഒബ്സർവർ എല്ലാ കാര്യവും പരിഗണിച്ചതാണ്. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഈ എതിർത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാതിരുന്നത്? ഇന്നായിരുന്നല്ലോ നോമിനേഷൻ കൊടുക്കേണ്ട തീയതി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ പ്രശാന്ത് ശിവൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കാം. ഇത് പരാതിക്കാരും, ഈ പരാതി പറഞ്ഞ സാബു അടക്കം ആരും നോമിനേഷൻ കൊടുത്തില്ല. ഇന്ന് നോമിനേഷൻ കൊടുക്കാം, നാളെയാണ് പ്രഖ്യാപനം. ഈ നോമിനേഷൻസ് എല്ലാം വെച്ച് അങ്ങനെ നോമിനേഷന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തർക്കമുണ്ടാവുകയാണെങ്കിൽ പാലക്കാട് പ്രത്യേകമായി കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ പരിഗണിക്കാമല്ലോ. ആ നോമിനേഷൻ പോലും അവിടെ കൊടുത്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം വെറുതെ ഒരു ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ഇവിടെ വനിതകളെ കൊണ്ടുവന്നതിനെക്കുറിച്ച് കൃത്യമായി അത് ചർച്ചയാവുന്നില്ല. വനിതകൾ വരുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കാന്തപുരത്തിൻ്റെ വിമർശനമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ BJPയിൽ ഇത്തവണ ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ആവശ്യപ്പെട്ടത് 30% വനിതാ പ്രാതിനിധ്യം വേണമെന്നാണ്. പക്ഷേ അത് പെട്ടെന്ന് അത്രയും നടപ്പാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തതിനാലാണ് 4 പേരിലേക്ക് ഇത്തവണ ചുരുക്കേണ്ടി വന്നത്. മാത്രമല്ല മറ്റ് മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലായാലും അതിലുമൊക്കെ വനിതാ പ്രാതിനിധ്യം കൊണ്ടുവരാൻ പരമാവധി ആ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ആ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ തൃശ്ശൂർ നോർത്തിൽ നിവേദിത സുബ്രഹ്മണ്യനും, കാസർഗോട്ട് അശ്വിനി MLും, കൊല്ലം ഈസ്റ്റിൽ രാജീവ് പ്രസാദും, മലപ്പുറം സെൻട്രലിൽ ദീപ പുഴയ്ക്കലും വരുന്നുണ്ട്. ആ എണ്ണം ഇനിയും കൂടി വരും. കൂടുതൽ സ്ത്രീകൾ നേതൃരംഗത്തേക്ക് വരണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ 30% എന്ന് തരുൺ ചുഗ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സുകളിലും അത് കാണാൻ കഴിയും. മാത്രമല്ല RSSന്റെ അഭിപ്രായം തേടിയപ്പോഴാണ് എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കുക അതിലേക്ക് പ്രധാനമായും കടന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പേരുകളിൽ നിന്ന് പല പേരുകളും ഒഴിവാകാനുള്ള കാരണം എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ജസ്റ്റിന്റെ പേരൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂരിൽ ജസ്റ്റിനൊക്കെ വരുന്നത് അങ്ങനെയാണ്. എല്ലാവരുടെയും
സ്ത്രീകളുടെയും പ്രാതിനിധ്യം വേണം എന്നുള്ളത് ഒരു മസ്റ്റാക്കി അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ജംബോ പട്ടികയല്ല, കൃത്യമായി തീരുമാനിച്ച പട്ടികയാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായാലും നാളെ രാവിലെ മുതൽ തന്നെ ആ പ്രഖ്യാപനം വരാൻ പോകുന്നു. ഇവിടെ എൻ ശിവരാജൻ പറയുന്നത് മാത്രം കേട്ട് ബിജെപിയെ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ്. ഭരണം തുലാസിലല്ല എന്നതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ ഈ ചർച്ചയിലെ എൻ ശിവരാജൻ മാത്രമാണ് ഇത് പറഞ്ഞത് എന്ന രൂപത്തിലേക്ക് ചർച്ച പോകുന്ന സംശയം. കാരണം നമുക്ക് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് അതിലപ്പുറം നേതാക്കളിൽ നിന്നാണ്. 80 പേരെങ്കിലും പാലക്കാട് വിമതരായി യോഗം ചേർന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ അതൊരു ശിവരാജൻ എന്നൊരു പ്രായം ചെന്ന ഒരു നേതാവിന്റെ മാത്രം വിഷയമായി അത് ചുരുങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, ഞാൻ ഇതിൽ പറഞ്ഞത് മൊത്തം പരിഷ്കാരത്തെക്കുറിച്ചാണ്. ഈ യുവാക്കളെ കൊണ്ടുവരുന്ന ഏത് പാർട്ടിയിലാണ് യുവാക്കളെ കൊണ്ടുവരുന്നത് നല്ലതാണ്, പക്ഷേ ഒരു മാനദണ്ഡം BJP മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിൽ വോട്ടിന്റെ എണ്ണം അടക്കം നമുക്ക് കിട്ടിയാണ്. ഓമനക്കുട്ടന് 34 വോട്ട്, സ്മിതേഷിന് 31 വോട്ട്. അപ്പം ഈ വോട്ടെടുപ്പ് വേണ്ടായിരുന്നു, നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച പേരുകൾ വന്നാൽ മതിയല്ലോ. അപ്പോൾ ജനാധിപത്യ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ കേന്ദ്രം തീരുമാനിച്ച ആളുകൾ RSS ആണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞ് ഞാനും സുജി തമ്മിൽ ഒരു തർക്കവുമില്ല. RSS ആണ് തീരുമാനിച്ചത്. RSS കൊണ്ടുവരുന്ന പേരുകളിലേക്ക് നിശ്ചയിക്കേണ്ടതിലേക്ക് എത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൂടിയാണ്. സംസ്ഥാന നേതൃത്വത്തിന് ഒരു പിടിപ്പുകേടുമില്ല. മാഡം ഈ തർക്കത്തിന് വേണ്ടി തർക്കിക്കാനാണെന്നുണ്ടെങ്കിൽ തർക്കിക്കാം. പക്ഷേ പുതിയ നേതാക്കൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വിട്ടതാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പുതിയ നേതാക്കൾ വന്ന് ഭരണം പിടിക്കുക. അത് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. തൃശ്ശൂരിൽ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ട് 75,000-ന്റെ അല്ല, തൃശ്ശൂരിലും കണ്ടതാണല്ലോ. തൃശ്ശൂരിൽ 75,000 അതുകൊണ്ട് തന്നെയാണ് അതേ കേന്ദ്ര നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെ വിമർശിക്കുമ്പോൾ അവിടെ പറഞ്ഞോളൂ, അവിടെയാണ് കുറച്ചുകൂടി കറക്റ്റായി ഇപ്പോൾ നിൽക്കുന്നത്. BJP-യിൽ അതില്ല. എന്റെ അഭിപ്രായം ഞാൻ ഈ കേരള BJP-യുടെ ചരിത്രത്തിൽ ഇത്രയും വൃത്തിയായ രീതിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സമയം വേറെ ഇല്ല. തെരഞ്ഞെടുപ്പല്ലല്ലോ, തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറയുന്നത് ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ മറ്റുള്ള പാർട്ടികൾ നോക്കിയാൽ തന്നെ അറിയില്ല, ചില സ്ഥലങ്ങളിൽ മത്സരം വരും. ഒരു സമവായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ സമവായ നേതാവിനെ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ്. BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രോങ് ആയ ഒരു മണ്ഡലം, ഒരു വിജയസാധ്യത കൂടുതലൊരു മണ്ഡലം, അവിടെ തെറ്റിത്തിരിഞ്ഞ് നാല് പീസായി പോകുന്നതിനേക്കാളും ബെറ്റർ സമവായ ഒരാളെ കൊണ്ടുവരിക എന്നുള്ള സംബന്ധിച്ചാണ് പ്രശാസ്തിവനെ കൊണ്ടുവന്നുള്ളതാണ്. അല്ലാതെ അവിടെ ഇതിലിപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഈ രണ്ട് വിഭാഗമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ജയിപ്പിച്ച് നോക്കൂ, ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പോകാൻ സഹകരിക്കും തോന്നുന്നുണ്ടോ? അവിടെ ശൈലി അങ്ങനെയാണ്. കുറേ നാളുകളായി ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഭാഗിതയല്ല, അവിടെ അത് വർഷങ്ങളായി നടക്കുന്ന വിഭാഗിതയാണ്. പാർട്ടിയിലെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്ത് തീരുമാനിക്കാനുള്ള ഞാൻ എന്തുകൊണ്ട് ശിവരാജന്റെ കാര്യത്തിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, റഫീഖിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. റഫീഖും ഗഗാറിനും അന്ന് വോട്ടിംഗ് നടന്നു എന്ന് പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നേതാവ്, എനിക്ക് തോന്നുന്നു EP ആണല്ലേ, പുറത്ത് വന്നിട്ട് പറഞ്ഞത് ഒരു വോട്ടെടുപ്പും നടന്നില്ല എന്ന്. അപ്പോൾ ഈ വോട്ടെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ വോട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആരാണ് എന്നത് എല്ലാ പാർട്ടികളിലും ഇലക്ഷൻ നടക്കാറുണ്ട്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ നിലപാട്, സംസ്ഥാന ചില CPM-ലാണ് സംസ്ഥാന നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. BJP-യിലും കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാട്, അവർ വിഭാഗീയത ഒഴിവാക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം പാലക്കാട് നടത്തിയെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറഞ്ഞാൽ, കേരളത്തിൽ ഇത്രയും വൃത്തിയായ രീതിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന കാലം വേറെ ഇല്ല. 30 സംഘടനാ ജില്ലകളായി മാറ്റിയ സ്ഥലത്തിന് ശേഷം ഏറ്റവും വൃത്തിയായി തീർന്നു. അവസാന സമയത്ത് എല്ലാം തീർന്നു. ഇനി 3 മണ്ഡലം മാത്രമേ ഉള്ളൂ, അത് വിഭജിച്ചിട്ടില്ല, ബാക്കിയുള്ളത് മുഴുവൻ കഴിഞ്ഞു. അവിടെ ആ സമയത്ത് ഈ ശിവരാജനെ പോലെയുള്ള ഒരു നേതാവ് വന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഈ എൻ കൃഷ്ണദാസും കൂടെ അവിടെ പോയി സംസാരിച്ചു യോഗം ചേർന്നു. ഈ കൃഷ്ണദാസ് സംസ്ഥാന ട്രഷറാണ്. അദ്ദേഹം അവിടെ പോയി യോഗം ചേർന്നത് തന്നെ എനിക്കൊരു അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവ്യക്തതയല്ല, അത് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ പാടില്ല. കാരണം കേന്ദ്ര ഇത് സുരേന്ദ്രൻ തീരുമാനിച്ചതല്ലോ. സുരേന്ദ്രൻ തീരുമാനിച്ചാണെങ്കിൽ സുരേന്ദ്രനെ പറയാം. C. കൃഷ്ണകുമാർ തീരുമാനിച്ചതാണോ? അദ്ദേഹം തീരുമാനിച്ചതല്ല, കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതാണ്. ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം അവിടെ ഒരു യോഗം ചേർന്ന് ഇദ്ദേഹത്തെ അംഗീകരിക്കില്ല എന്നുള്ളൊരു ശൈലിയാണല്ലോ പൊതുജനങ്ങൾക്ക് കൊടുക്കുക. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ജയിക്കാനുള്ള സംവിധാനം വേണ്ടേ? അത് മാത്രമല്ല, അപ്പോഴത്തേക്ക് ഇപ്പുറം നിന്നിട്ട് ആൾക്കാർ പറയുകയാണ്, 7 പേരോട് ഞാൻ ചർച്ച ചെയ്തു. സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് ഉണ്ട്, നവംബറിലെ പോസ്റ്റ് എന്താണെന്നറിയോ? അവിടുന്ന് രാജിവെച്ച് വരുന്ന ആൾക്കാരൊന്നും വഴിയാധാരാകില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു നവംബറിൽ. ഒരാളും രാജിവെച്ച് വരുന്നത് കണ്ടില്ല. ഇപ്പോൾ വരേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യ ഘട്ടം അതായിരുന്നല്ലോ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ ഇതൊക്കെ വെറുതെ ഒരു സ്വപ്നം. എന്തായാലും പന്തളത്തും ഇതേപോലെ തന്നെ ചർച്ച ചെയ്തതാണ്. അന്ന് പന്തളത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളത് മുന്നിലുണ്ടല്ലോ. ശരി, ഭരണം തുലാസിലോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 1, നോ എന്ന് 3. Meet the editors.